ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റും അതുപോലെ സ്പോഞ്ചിയുമായിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന റൈസാണിത്. നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ എപ്പോഴും 4-5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഈ റൈസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ 1 മുറി എടുത്തിട്ടുണ്ട്. കപ്പളവിലാണെങ്കിൽ ഇത് 1.5 കപ്പ് തേങ്ങ ചെരുക്കിയതുണ്ട്. ഈ തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്ത് അരച്ച് നമ്മൾ തേങ്ങാപ്പാലെടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ റൈസ് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഈ 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ റൈസ് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഞാനിപ്പോൾ മിക്സിയുടെ കപ്പിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. റൈസ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. ഇത് അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് റൈസൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ബൗളിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് റൈസൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് റൈസ് അരച്ചെടുക്കാനുണ്ട്. അത് അരച്ചെടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തുനിന്ന് കപ്പി കാച്ചണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ എടുത്തിട്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് മാറ്റാം. ഇതൊരു 2 സ്പൂൺ ഒരു പാനിലേക്ക് എടുത്തിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം സ്റ്റൗവിൽ വെക്കാൻ. എന്നിട്ട് ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി വരും. ഇതിൽ കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കട്ട കെട്ടും. പിന്നെ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഒന്ന് അരച്ചെടുക്കാം. അതും നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ റൈസൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കപ്പ് കാച്ചിയതിൽ 2 സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ കപ്പി കാച്ചിയതിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയിൽ ഈസ്റ്റും ചേർത്തിട്ട് 2-3 സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിച്ച് പോകും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയിൽ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അധികം മധുരമില്ല. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ എടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരുന്ന മാവിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ചതിലേക്ക് സെക്കൻഡ് ബാച്ച് അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നത് സെക്കൻഡ് ബാച്ച് അരച്ചതിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ വെക്കുക, കാരണം ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും.
ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇത് 6-7 മണിക്കൂറൊക്കെ മൂടി വയ്ക്കുക. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നൈറ്റാണ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 7 hours കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാവിപ്പോൾ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാവ് എടുക്കുമ്പോഴേക്കും പ്ലേറ്റ് നിറച്ചും എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. വീണ്ടും ഇത് നന്നായിട്ട് പൊങ്ങി വരാനുള്ളതാണ്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ പകുതി മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ മാവ് എടുത്ത് വെച്ചിരുന്ന പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതിന് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറി, റേസിൻസ്, അതുപോലെ കാഷ്യൂനട്ട് അതിലേതെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം ഹാഫ് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് റേസിൻസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാഫ് കുക്ക് ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ റേസിൻസ് ഒക്കെ ഇതിന് മുകളിൽ വെച്ച് കൊടുത്താൽ ഇത് കുക്കായി വരുമ്പോഴേക്കും റേസിൻസ് ഒക്കെ ഇതിനുള്ളിലായി പോകും. അതുകൊണ്ട് ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രം റേസിൻസ് ഒക്കെ അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും മൂടി വയ്ക്കുക. ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും. മാവ് പ്ലേറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അധികം തിക്കൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ വട്ടയപ്പം വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് വിട്ടും വരും. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്